ഹായ്, ഫുട്ബോളിൽ പലപ്പോഴും ആംഗിൾ ഇഞ്ചുറി ഒന്ന് പ്ലേയേഴ്സ് വരാറുണ്ട്. അപ്പോൾ നമ്മൾ ചെയ്യേണ്ടത് വെച്ചാൽ ഗ്രൗണ്ടിൽ നിന്ന് ഇമ്മീഡിയറ്റ്ലി സൈഡ് ലൈനിലേക്ക് വരിക. സൈഡ് ലൈനിലേക്ക് വരുന്നിട്ട് ആ പ്ലെയറിന് റെസ്റ്റ് കൊടുക്കുകയാണ് വേണ്ടത്. അപ്പോഴേ ഐസ് അപ്ലൈ ചെയ്യുക. ഐസ് എടുക്കുക. ഓരോ 15 to 20 മിനിറ്റ്സ് ഐസ് അപ്ലൈ ചെയ്തുകൊണ്ടിരിക്കുക. ഇതാണ് ഫസ്റ്റ് ചെയ്യേണ്ടത്. നെക്സ്റ്റ് ഡേ അയാൾക്ക് സ്ട്രെങ്തനിങ് ചെയ്യാം. പലപ്പോഴും റൈറ്റ് ആംഗിൾ ഇഞ്ചുറി വന്നൊരു ഫുൾ റെസ്റ്റ് എടുക്കും. ഒരു കാരണവശാലും പാടില്ല. നമുക്ക് ലെഫ്റ്റിലേക്ക് സ്ട്രെങ്തൻ ചെയ്യാം. കുറച്ച് സ്ട്രെങ്തനിങ് എക്സസൈസുകൾ, ഇങ്ങനെയുള്ള സ്ട്രെങ്തനിങ് എക്സസൈസുകളൊക്കെ ചെയ്യാം. മറ്റ് പ്ലേയേഴ്സ് കളിക്കട്ടെ. അപ്പോൾ നമ്മുടെ ബോഡിയുടെ സ്ട്രെങ്ത് റീഗെയിൻ ചെയ്യുക. അല്ലെങ്കിൽ ട്രെയിനിങ് ചെയ്യാതിരിക്കുമ്പോൾ സ്ട്രെങ്ത് കുറഞ്ഞുകൊണ്ടിരിക്കും. അപ്പം ഇങ്ങനെയുള്ള എക്സസൈസുകൾ ചെയ്യുക. നെക്സ്റ്റ് എന്ന് വെച്ചാൽ ഒരു ദിവസം ഇത് കഴിയുമ്പോൾ ഒരു 3 ദിവസം കഴിയുമ്പോൾ നമുക്ക് ചെറിയ ഹീറ്റ് ട്രീറ്റ്മെൻറ്റ് കൊടുക്കാം, അല്ലെങ്കിൽ ഫിസിയോതെറാപ്പി കൊടുക്കാം. ഹീറ്റ് ആൻഡ് കോൾഡ്, തണുപ്പും ചൂടുമായിട്ടുള്ള ട്രീറ്റ്മെൻറ്റുകൾ ചെയ്യാം. ഇത് കഴിഞ്ഞിട്ട് ഈ നീര് ഏകദേശം വലിഞ്ഞു തുടങ്ങുമ്പോൾ തന്നെ ആ കാലിന് തന്നെ റീഹാബിലിറ്റേഷൻ എക്സസൈസ് തുടങ്ങാം. നമ്മളിപ്പോൾ ചെയ്ത എക്സസൈസ് ഈ കാലിന് ചെയ്യാം. ലിഫ്റ്റ് ഇങ്ങനെയുള്ള എക്സസൈസ് റീഹാബിലിറ്റേഷൻ തുടങ്ങാം. അപ്പം ഈ സ്ട്രെങ്ത് നിലനിൽക്കും എന്നുള്ളതാണ്. പലപ്പോഴും പ്ലേയേഴ്സ് ചെയ്യുന്നത് വെച്ചാൽ കളി കഴിഞ്ഞ് ഇഞ്ചുറി ആയി കഴിഞ്ഞാൽ നേരെ ബെഡിൽ പോയി കിടക്കുക. അതല്ല ശരിക്കും വേണം. ശരിക്കും നമ്മൾ ആക്റ്റീവ് റിക്കവറി ചെയ്യാമെന്നുള്ളതാണ്. എന്നാലേ നമുക്ക് സ്ട്രെങ്ത് നിലനിൽക്കും, നമുക്ക് ഒരുപാട് കളിക്കാനായിട്ട് പറ്റും. അപ്പോൾ ആദ്യം ചെയ്യേണ്ടത് ഐസ് അപ്ലൈ ചെയ്യുക, റെസ്റ്റ് എടുക്കുക, എന്നിട്ട് ഓൾട്ടർനേറ്റ് ലെഗിൽ സ്ട്രെങ്തനിങ് എക്സസൈസിൽ അപ്പർ ബോഡി എക്സസൈസുകളൊക്കെ ചെയ്യുക. എന്നാലേ ഫുട്ബോളിൽ നമുക്ക് നിലനിൽക്കാനായിട്ട് സാധിക്കും. ഫുട്ബോൾ ഇനി വ്യത്യസ്ത വീഡിയോ ഇട്ടോടാ. ബൈ.